ഹലോ ഗൈസ്, അലീന ബിബിൻ ഒഫീഷ്യൽ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇത് നമ്മുടെ ഒരു പഴയ കിണറാണ്. ഏകദേശം 80 തൊട്ട് 100 വരെ വർഷം പഴക്കമുള്ള, നമ്മളങ്ങനെ യൂസ് ചെയ്യാറൊന്നുമില്ല, അങ്ങനത്തെ ഒരു കിണറായിരുന്നു. അപ്പം നമ്മളിപ്പോൾ അവിടെയാണ് വീട് വെക്കുന്നത്. അപ്പം നമ്മൾ കുറേ ജാതിയൊക്കെ നട്ടല്ലോ, അപ്പോൾ അതിന് വെള്ളം വേണം. അപ്പോൾ അതിന് വേണ്ടി നമ്മുടെ പഴയ കിണർ ഒന്ന് റീസൈക്കിൾ എന്നല്ല, ഒരു മേക്ക് ഓവർ ചെയ്ത് എടുക്കാമെന്ന് വിചാരിച്ചു. ഇത് പണ്ടത്തെ കിണറാണ്. ഇത് ചതുരത്തിലാണ് ഇങ്ങനെ കിണർ. അത് മുഴുവനും നമ്മുടെ വെട്ടുകല്ലിൽ അതിങ്ങനെ ചെത്തി ഉണ്ടാക്കിയിരിക്കുന്ന നല്ല ആഴമുണ്ട് കേട്ടോ. 10-28 കോല് താഴ്ചയുള്ള കിണറാണ്. ഇത് പണ്ടൊന്നും വെള്ളം പറ്റിയില്ല. ഈ പ്രദേശത്തുള്ളവർ മുഴുവനും ഇതിനകത്തുനിന്നായിരുന്നു വെള്ളം എടുത്തുകൊണ്ടിരുന്നത്. പടവുകളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ ഇടിഞ്ഞ് വരഞ്ഞു പോയി. നമ്മൾ JCB കൊണ്ട് ഒന്ന് ക്ലീൻ ചെയ്തപ്പോഴത്തേക്കിനും ബാക്കിയും കൂടി ഇടിഞ്ഞു പോയി. ഇപ്പോൾ അത് മുഴുവൻ കരിങ്കല്ലും കൊണ്ട് കെട്ടി നല്ലൊരു കുളമാക്കിയെടുക്കണം. എന്തിനാണ് നമ്മുടെ ചെടികൾക്കും നമ്മുടെ ജാതിക്കും തെങ്ങിനും അടയ്ക്കാൻ മരത്തിനും ഒക്കെ വെള്ളം വേണം. അപ്പോൾ നമ്മുടെ മറ്റേ വീടിന് വേണ്ടി പണിത കിണറ്റിൽ നിന്ന് വെള്ളം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എല്ലാത്തിനോട് തികയില്ല. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ കിണറൊന്ന് ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ ഒരു മേക്ക് ഓവർ ലുക്ക് കൊടുത്ത് എടുക്കാൻ പോവാം. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി കരിങ്കല്ലിറക്കിയാണ് നമ്മൾ പണിയുന്നത്. നമ്മൾ മറ്റേ ഹോളോ ബ്രിക്സ് ഒക്കെ മേടിച്ചു, പക്ഷേ അതൊന്നും പറ്റത്തില്ല, കിണർ തള്ളിപ്പോരും. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, കരിങ്കല്ല് കൊണ്ട് തന്നെ കെട്ടിയെടുക്കണം. ഭായിമാരാണ് കേട്ടോ. ആ സമയത്തായിരുന്നു, ഇതിപ്പോൾ ഒരു 2 ആഴ്ച മുന്നുള്ള വീഡിയോയാണ്. ഭായിമാർ നാട്ടിൽ പോയി ഭയങ്കര ഷോർട്ടേജ് ഉണ്ടായിരുന്ന സമയത്തായിരുന്നു നമ്മൾ ഈ പണിയൊക്കെ തുടങ്ങിയത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് കുറച്ച് പേര് തിരിച്ചു വന്നു. അവർ പണിയുക. ഒരു ദിവസം 1300 രൂപ കൂലി കൊടുത്താൽ നമ്മളിത് പണിയിച്ചെടുത്തത്. മൂടണമെങ്കിൽ തന്നെ നമുക്ക് അത്രയും ലോറി മണ്ണ് വേണം. അതുകൊണ്ട് നമുക്ക് ഉള്ള കിണർ നമ്മൾ കളയാതെ അങ്ങ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ പണി തുടങ്ങി. അപ്പം നമ്മുടെ കിണറില്ലാത്തവർക്കും വെള്ളമില്ലാത്തവർക്കും അതിനുവേണ്ടി ബുദ്ധിമുട്ടുന്നവർക്കൊക്കെ അറിയാം അതിൻ്റെ വിഷമം എന്താണെന്ന്. ഞാൻ കുട്ടനാട്ടിലാണ് ജനിച്ച് വളർന്നത്. അപ്പം നമുക്ക് ചുറ്റും വെള്ളമുണ്ട്, പക്ഷെ നമുക്ക് കുടിക്കാനായിട്ട് വെള്ളം നമ്മൾ വില കൊടുത്താണ് 12 മാസം മേടിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് നമ്മളിവിടെ വന്നപ്പോൾ ഈ കിണർ മൂടാന്ന് പറഞ്ഞപ്പോൾ നമ്മൾ തന്നെ പറഞ്ഞു, വേണ്ട, ഒരു കിണർ കുഴിച്ചെടുക്കാൻ അത്രയും തന്നെ കാശായിട്ടുണ്ട് നമുക്കിത് കെട്ടിയെടുക്കാൻ വേണ്ടി. പക്ഷേ എന്നിരുന്നാലും നമുക്ക് അതും ചതുരത്തിലുള്ള വെട്ടുകല്ലിനകത്തുള്ള അത് കണ്ണീര് പോലത്തെ വെള്ളം. ഇപ്പോൾ ഇത് ക്ലീൻ ചെയ്യാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ കാണുന്നത്. പണിയൊക്കെ നടക്കുമല്ലേ. ഇത് കഴിഞ്ഞ് ക്ലീൻ ചെയ്തെടുക്കുമ്പം നല്ല അടിപൊളി വെള്ളമാണ്. അപ്പോൾ അതെന്തിനാ വെറുതെ കളയുന്നതെന്നോർത്താണ് നമ്മളിത് ഇത്രയും കഷ്ടപ്പെട്ടത് കെട്ടിയെടുക്കുന്നത്. ഏകദേശം ഒരു 10-15 ദിവസത്തെ കഷ്ടപ്പാടിന് ശേഷം, ഒന്നാമത്തെ കാര്യം മഴ പെയ്യുമ്പോൾ ഇതെല്ലാം കൂടി ഇടിഞ്ഞു പിടഞ്ഞ് വീട്. അത് കഴിഞ്ഞ് മഴ നിൽക്കുമ്പം നമ്മൾ വേഗം കെട്ടും. ഇങ്ങനെയായിരുന്നു പരിപാടി. പിന്നെ ഭായിമാരുടെ ഷോർട്ടേജ്, ഭായിമാരെല്ലാം നാട്ടിൽ പോയിട്ട് വരാതിരുന്നതിൻ്റെ ഭയങ്കര ഒരു ഷോർട്ടേജ് നമ്മുടെ പണികളിലെല്ലാം കാണുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കരിങ്കല്ലിൽ തന്നെയല്ലേ. അതുമല്ല, നമ്മുടെ കിണറിന് നല്ല ആഴമുണ്ട്. അപ്പോൾ അവർക്ക് സൂക്ഷിച്ച് പേടിച്ച്, കാരണം പിടിക്കാനോ നിൽക്കാനോ ഒന്നും ഒരു കല്ല് പോലും ഇല്ലായിരുന്നു. എന്നിട്ടും അവരത് കഷ്ടപ്പെട്ട് കെട്ടിയ ഭായിമാർക്ക് വലിയൊരു താങ്ക്സ് ഉണ്ട്. കാശ് മേടിച്ചിട്ടാണെങ്കിൽ പോലും അവർ കെട്ടാനൊരു മനസ്സ് കാണിച്ചല്ലോ. ജീവൻ പണയം വെച്ച് തന്നെ ചെയ്യുന്ന പരിപാടിയായിരുന്നു. അപ്പം നമുക്ക് ഹിറ്റാച്ചിയൊക്കെ വന്നിട്ടുണ്ട് അവരെ സഹായിക്കാൻ. അപ്പോൾ അങ്ങനെ നമ്മുടെ പണികളൊക്കെ ഇത് നമ്മുടെ പറമ്പാണ്, തൊട്ടപ്പുറത്ത് റിഫൈനറി സ്കൂള്, നമ്മുടെ വീട്, അങ്ങനെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. നല്ല രീതിയിൽ തന്നെ അവർ ചുറ്റും അതിൽ കെട്ടി തന്നു കേട്ടോ.
ഓ ഇല്ല നോക്കല്ലേ നോക്ക. ഒരു ചട്ടി ഇവിടെ ഉണ്ട് ഇതിന്റെ ഉള്ളിൽ. ആ കിച്ചന്റെ അവിടെ ഇരിക്കുന്നുണ്ട്. കിച്ചൺ ഇതിന്റെ ഉള്ളിലില്ലേ? ഇതിന്റെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരുന്നത് ജൂൺ 25-ാം തീയതി 15-ാം തീയതി മഴ തുടങ്ങി 24 വെള്ളം കയറി.
വണ്ടിയില്ലേ കൊണ്ടുവന്നില്ലാതെ ഞാൻ അവിടെ കെട്ടി കഴിഞ്ഞാൽ അവിടെ കെട്ടിക്കൊണ്ടിരിക്കുക ഞാൻ അടിച്ചു അതെ ഞാൻ ഫോൺ നോക്കിയപ്പോൾ ഞാൻ ഇടിയെ കഴിഞ്ഞാൽ നോക്കി മിസ് കോൾ കിടക്കുന്നത് അപ്പത്തേക്ക് എനിക്ക് അറിയാം ഞാനത് അവിടെ നല്ല വിളിച്ചായിരിക്കും കോൺക്രീറ്റ് വന്ന നല്ല വിളിച്ചായിരിക്കും അവിടെ ഒരു കടത്തി പുറത്തേക്കില്ല അവിടെ